सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा अन्नपूर्णे सदा पूर्णे शङ्करप्राणवल्लभे ज्ञानवैराग्यसिद्ध्यर्थं भिक्षां देहि च पार्वती माता च पार्वती देवी पिता देवमहेश्वरा बान्धवो शिवभक्ताश्च स्वदेशं भुवनत्रयम् हरे राम 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 हरे 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 कृष्ण 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 हरे 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 देवी 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 हरे 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 माया 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 हरे हरे ओम नमः शिवाय 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 നമ്മൾ ശിവപുരാണ മഹാത്മ്യത്തിൽ ശ്രവണവിധി കഥനം ശിവരാത്രി സന്ധ്യയിൽ സർവരും മഹാദേവനെ ഹർ ഹർ ഗംഗേ മഹാദേവ ഹർ ഹർ ഗംഗേ മഹാദേവ ഭോലെ നാഥ് ഭജ് ഭം ഭം ഭോലെ മഹാദേവ എന്ന് ജപിക്കുന്ന സന്ധ്യയിൽ നമ്മൾ ശിവപുരാണമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ശിവപുരാണത്തിൽ തന്നെ ശിവപുരാണ മഹാത്മ്യത്തിൽ ശ്രവണവിധി കഥനം എന്ന് പറയുന്ന ഭാഗമാണ്. എങ്ങനെയാണ് ശിവപുരാണത്തെ കേൾക്കേണ്ടത്, എങ്ങനെയാണ് ശിവപുരാണത്തെ അറിയേണ്ടത്? ഈ ശിവരാത്രി സന്ധ്യയിലല്ലാതെ ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് പറയാനൊരു സമയം കിട്ടുക, ഇല്ലേ? ആനന്ദത്തോടുകൂടി ശിവരാത്രി സന്ധ്യയിൽ നമുക്കത് കേൾക്കാം. സംസ്കൃതം വളരെ കുറച്ചേ പറയുന്നുള്ളൂ, കാരണം എനിക്കറിയാം. കാരണം നമ്മൾ ഈ സംസ്കൃതം പറയുമ്പോൾ ഇത് ശരിക്കും കാര്യം മനസ്സിലാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും അത് കാര്യം കൺവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ സംസ്കൃതമല്ല എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല, ഇല്ലേ? ഭഗവാന് സംസ്കൃതം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇല്ലേ? ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഭഗവാന്റെ ഭാഷ, അല്ലേ? ഇത്രയും ദിവസമായിട്ട് 2-3 ദിവസമായിട്ടും ഈ ലുക്ക് മാറിയതിൻ്റെ ഷോക്ക് മാറിയില്ലേ? വളരെ യൂഷ്വലായി. അതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ശരീരബോധത്തെ അതിജീവിക്കാൻ ഇതൊക്കെ നമുക്ക് പറ്റും, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആനയാണ്, ചേനയാണ്, പൂനയാണ് എന്നൊക്കെ കൂടെ ചില അഹംബോധങ്ങൾ നമുക്ക് വരാം. ഇതൊക്കെ ആ അഹംബോധത്തെ അതിജീവിക്കാൻ തീർത്ഥാടനമോ സന്യാസമോ ഇല്ലെങ്കിൽ ശയനപ്രദക്ഷിണമോ ഒക്കെ ആവാം. ശയനപ്രദക്ഷിണം എന്താണ്? ശരീരത്തിന് യുവത്വമുണ്ടെന്ന് തോന്നുമ്പോൾ ഭഗവാന്റെ മുന്നിൽ ഭഗവാനെ ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ്, ഇല്ലേ, ഭഗവാന്റെ തിരുനടയിൽ നിന്ന് കുളിച്ച് ഇങ്ങനെ ഈറനൊടുത്ത് ഭഗവാനെ മഹാദേവ എല്ലാം നീ തന്ന മഹാഭാഗ്യമാണെന്ന് പറഞ്ഞ് ശരീരബോധം ഉപേക്ഷിച്ച് ഭഗവാന്റെ മുന്നിൽ ശയനപ്രദക്ഷിണം, ഇല്ലേ? ധനം ആവശ്യത്തിനുണ്ടാകുമ്പോൾ ഈ കിട്ടിയതെല്ലാം ഭഗവാനെ മഹാദേവ എനിക്കുള്ളതല്ല, ധർമ്മത്തിനുള്ളതാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് കാണിക്കയായി. യൗവനം, യശസ്, സൗന്ദര്യം എന്നിവയൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നി തുടങ്ങും. ഒരു ഘട്ടമെത്തുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും, കുഴപ്പമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങാം, ഇല്ലേ? എന്ന് നമ്മൾ തോന്നി തുടങ്ങുന്ന സമയത്ത്, ഇല്ലേ, സൗന്ദര്യത്തിന് ആധാരമായ അല്ലെങ്കിൽ അഹംബോധത്തിന് ആധാരമായ ശരീരബോധത്തെ പൂർണ്ണമായും ഭഗവാനിൽ ത്യജിക്കുമ്പോഴേക്കും, അല്ലേ, അതിനാണ് നമ്മൾ പഴനി ചെന്ന് മുടിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ. ഒന്ന് ധനത്തിലെ അഹങ്കാരം കുറയ്ക്കാൻ കാണിക്കാം, ശരീരബോധത്തിൻ്റെ അഹങ്കാരത്തെ കുറയ്ക്കാൻ, യൗവനത്തിൻ്റെ അഹങ്കാരത്തെ കുറയ്ക്കാൻ ശയനപ്രദക്ഷിണം പോലുള്ള അനുഷ്ഠാനങ്ങൾ സൗന്ദര്യം, അഹംബോധം തുടങ്ങിയവയിൽ ആസക്തി ഉണ്ടാവാതിരിക്കാൻ, ഭഗവാനെ ഒരിക്കലും ഒരു ആസക്തി ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഈ തലമുടിയെടുക്കുക. അല്ലെങ്കിൽ ഇത് അല്ലാതെ തിരുപ്പതിയിലിരിക്കുന്ന ഭഗവാനോ പളനിയിരിക്കുന്ന ഭഗവാനോ വിഗ് കമ്പനിയൊന്നുമില്ലല്ലോ. ഇതൊക്കെ അവനവൻ്റെ ആത്മീയമായ ഗ്രോത്തിനാണ്, അല്ലേ? അവനവൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിന് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നല്ല, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗുരുപരമ്പരയുണ്ടല്ലോ, ആശ്രമങ്ങളിലെ ഒരു ഗുരുപരമ്പര, അവരെ നമ്മളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് പരമമായ സത്യം.
ഇതിലൊന്നും ഒരു കാര്യവുമില്ല അല്ലേ. കാര്യമായിട്ടുള്ളത് ജപിക്കുന്ന നാമത്തിൽ മാത്രമാണ്. തരുന്ന നമസ്കാരങ്ങളൊക്കെ ആ നാമത്തിൽ തരുന്നത് അല്ലേ. ഓം. അഥ സപ്തമോധ്യായ ശിവപുരാണ ശ്രവണ വ്രതിനാം വിധി നിഷേധ വ്യക്തിപൂജന വർണ്ണനം. ശൗനക ഉവാച. എനിക്കറിയാം സാറേ, എൻ്റെ പൊന്നു സാറേ, ഈ ഉവാച ഊജു കേട്ട് മടുത്തു. ഈ സംസ്കൃതം പറയുമ്പോൾ ആകെ മനസ്സിലാവുന്ന ഇത് 2 വാക്കുകളാണ്. അങ്ങനെയല്ല, നമുക്ക് പരിചയപ്പെട്ട് വരുമ്പോൾ വളരെ സ്വീറ്റാണ്. നിർത്തി വായിക്കാം ഇല്ലേ. എന്നിട്ട് ഇതെങ്ങനെയാണ് ശിവപുരാണ യജ്ഞം നടത്തേണ്ടത്, ശിവപുരാണം എങ്ങനെയാണ്, നമ്മൾ മറ്റു പുരാണങ്ങൾ കേൾക്കുന്നത് പോലെ അല്ല ശിവപുരാണം എന്ന് പറയുന്നത്. ശിവപുരാണത്തിന് ഗ്രാവിറ്റി കുറച്ച് കൂടുതലാണ്. ശിവപുരാണം എന്ന് പറയുന്നത് ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ്റെ, കാരണം മറ്റ് പുരാണങ്ങൾക്ക് താരതമ്യേന കുറവുള്ളതും എന്നാൽ ഈ പുരാണം ഒന്നുകൊണ്ട് മാത്രം സാധ്യമാകുന്നതുമായ പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ ഭൂതപ്രേത ബാധ അഭിചാര ദോഷങ്ങളുടെ അതിജീവനമാണ്. അവയൊക്കെ അതിജീവിക്കലാണ്. എല്ലാ പുരാണങ്ങളും ഭക്തി സംവർദ്ധകം തന്നെ. എല്ലാ പുരാണങ്ങൾക്കും അതിൻ്റേതായ എന്താ പറയുക, ഒരുപാട് ഗ്രാവിറ്റി ഉണ്ട്. പക്ഷെ ശിവപുരാണത്തിന് കുറച്ചുകൂടി അതിൻ്റെ ഗ്രാവിറ്റി ആൻഡ് ഇൻറ്റൻസിറ്റി ഈസ് ബിറ്റ് മോർ ഹയർ ആൻഡ് കുറച്ചുകൂടെ ഘോരമാണ്. ഭൂതപ്രേത പിശാച ബാധ ശത്രുദോഷ നിവാരകാർത്ഥം എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ ശിവപുരാണം തുടങ്ങുന്നത് തന്നെ. മാത്രമല്ല, ഈ ശിവപുരാണം നമ്മൾ വിധിയാമണ്ണം നമ്മൾ ആശ്രമങ്ങളിൽ നിന്ന് പഠിച്ച് നമ്മൾ ശിവപുരാണത്തെ നമ്മൾ ഉപാസിക്കുമ്പോൾ മറ്റ് യജ്ഞങ്ങൾക്ക് വന്നിട്ടുള്ളവർക്കറിയാം ദീക്ഷാ സമ്പ്രദായമുണ്ട്. ദീക്ഷാ സമ്പ്രദായം മാത്രമല്ല, ദേഹരക്ഷ തുടങ്ങിയിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് മിനിമം കമ്മിറ്റിക്കാരുടെ അടുത്തെങ്കിലും ഒന്ന് പറയും ഇല്ലേ. ഒന്ന് നാമം ജപിച്ച ഒരു കറുത്ത ചരടോ ഒരു ഭഗവതിയുടെ ചിത്രമാലേഖനം ചെയ്ത ലോക്കറ്റോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഒരു രക്ഷയായി കവചമായി കരുതുന്നത് നല്ലതെന്ന് പറയുന്നത് പോലെ ശിവപുരാണത്തിനാണെങ്കിൽ ഈ അഘോരമൂർത്തിയായ മഹാദേവനായ കലാതികാലനായ രുദ്രനായ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ദേഹരക്ഷ ധരിക്കുന്ന ഒരു സമ്പ്രദായത്തോടു കൂടിയാണ് ശിവപുരാണ വേദിയിലേക്ക് നമ്മൾ വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ശിവപുരാണ യജ്ഞ വേദിയിലേക്ക് വരുമ്പോൾ നമ്മൾ 108 നമശിവായ ജപിച്ചിട്ടാണ് ശിവപുരാണ വേദിക്കകത്തേക്ക് കയറുന്നത്. നമ്മൾ സാധാരണ മറ്റു ദേവീഭാഗവതമൊക്കെ വേദിയാണെങ്കിൽ പരാശക്തിയായ അമ്മയുടെ വേദിയിലേക്ക് നമ്മൾ നേരിട്ട് കയറി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ശിവപുരാണ വേദിയിലേക്ക് വരുന്ന ഏതൊരാൾക്കും നമ്മൾ നാമജപത്തോടു കൂടിയാണ് ശിവപുരാണ വേദിയിൽ പ്രവേശിക്കേണ്ടത്. സൂത മഹാപ്രജ്ഞധന്യസ്ത്വം ശൈവ പുംഗവാം ശ്രാവിതേയം കഥാ അസ്മാകമദ്ഭുതം ച ശുഭാവഹ പുംസാം ശിവപുരാണസ്യ ശ്രവണവ്രതിനാം മുനെ സർവലോകഹിതാർത്ഥായ ദയാം നിയമം വദാം. നിയമം ശൃണു സദ്ഭക്ത്യാ പുംസാം തേഷാ ച ശൗനകാം നിയമസ്താനകഥാം ശ്രുത്വാ നിർവിഘ്നഫലമുത്തമം പുംസാം ദീക്ഷാവിഹീനാനാം ന അധികാര കഥാശ്രവേ ശ്രോതു കാരമേതു ഭക്തു ദീക്ഷാഗ്രാഹ്യത്തെ ഗ്രാഹ്യച്ച തൈർമുനേ ബ്രഹ്മചര്യമധസ്മൈം പത്രവല്യാം ച ഭോജനം കഥാ സമാപ്തോ ഭുക്തിം ച കുർവാൻ നിത്വം കഥാവ്രതിം ആസമാപ്തപുരാണം. ഹീം സമുപേക്ഷ്യ സുശക്തിമാൻ ശൃണുയാത് ഭക്തിതഃ ശുദ്ധ പുരാണം ശൈവം ഉത്തമം ഘൃതപാനം പയപാനം കൃത്വാ വ ശൃണുയാ സുഖം ഫലാഹാരേണ വാ ശ്രവ്യം ഏകം അദ്ഭുതം നാവാഹി തത് ഏകവാരം ഭവിഷ്യാന്നം ദൃംഭോജത്ര കഥാവ്രതിം സുഖസാധ്യം യഥാ സ്വാത്വശ്രവണം കാര്യമേവ ച ഭോജനം സുകരം മന്യേ കഥാസുശ്രവണപ്രദം നോപവാസോ വരേശ്ച്യ സ്യാത് കഥാശ്രവണവിഘ്നകൃത് ഗരിഷ്ടം ദില്ലുതം ദഗ്ധം നിഷ്പാവനശ്ച മസൂരികാം ഭയാതുഷ്ടം പായുർഷിതം ത്യക്ത്വാ നിത്വം കഥാവ്രതിം വർത്താകം ച കലിനം ച പിചണ്ഡം മൂലകം തഥാ കൃഷ്ണമാണ്ഡം നാളികേരം മൂലം ധൃത്വാ കഥാവ്രതിം പലണ്ടും ലൗനം ഹിംഗം വൃജനം മാദകം ഹിതത് വസ്തുന്യാമിഷ്യാമി വർജന്യേത കഥാവൃതിം കാമാദിഷഡ്വികാരം ച ദ്വിജാനാം ച വിനിന്ദനം പതിവ്രതാ സതാം നിന്ദാം വർജയേതത് കഥാവൃതിം രജസ്വലാം ന പച്യേഷ്യാം പതിതാൻ ന വദേത് കഥാം ദ്വിജദ്വേഷ വേദവർജ്യാനാം
वदते कथावधिं शौचं सत्यं शौचं तया मौनम् आर्जवं विनयं तथा औदार्यं मनसैश्चैव कोया नित्यं कथाव्रतिं निष्कामश्च सकामश्च नियप्राणिश्च कथात् कथां सकामकामप्राप्तोति निष्कामो मोक्षमप्नुयात् दरिद्रश्च क्षयरोगी पापी निर्भाग्य एव च अनपत्यो अपि पुरुषः शृणुयात् यत्कथितं कथामिमाम् काकवन्ध्यादयः सप्तविधा अपि खलस्त्रिया स्रवर्गभा च या नारी ताभ्यां श्रव्या कथापरा सर्वश्चै श्रवणं कार्यं स्त्रीभिः पुञ्जीभयदत्नाम् एतच्छिवपुराणस्य विधिनां च कथां मुने एतच्छिवपुराणस्य पारायणदिनानि वै अत्युत्तमानि बोध्यानि कोटियज्ञ समानि च एतेषु विविधां दत्तं दल्पयेमि वस्तु हि दिवसयेषु वरिष्ठेषु तत्पदमक्षयफलं लभेत् एवं कृत्वा व्रतविधिं श्रुत्वा मां परमां कथां परानन्दयुत श्रीमन् उद्यापमधाचरेत् एतदुद्यापनविधिं चतुर्दश्या समो मतां कार्यस्तद्वैतषड्य तदृक्तफलकांक्षिति अकिञ्चनेषु भक्तेषु प्रायो नोद्यपनग्रहां श्रवणेनैव पुतास्ते निष्कामा शम्भवा मताम् एवं शिवपुराणस्य पारायणमहोत्सवे समाप्ते श्रोतेभिर्भक्त्या पूजा भक्त्या प्रयत्नता शिवपूजनवत्स्यमक् पुस्तकस्य पुरो मुने पूजाकरा सुविधां वरतुच्च तदनन्तरं पुस्तकाश्चदनार्थं हि नवीनं चायसं शुभं समर्थये दृढं दिव्यं बन्धनार्थकं सूत्रकं पुराणार्थं प्रयच्छन्ति ये सूत्रं वसनं नवं योगिनो ज्ञानस्मरणं ते भवन्ति भवे वक्त्रे धन्यान्महर्हाणि वस्तूनि विविधानि च वस्त्रभूषणपात्राणि द्रव्यं बहुविशेषता आसनार्थं प्रयच्छन्ति पुराणस्य च ये नरो कम्बलाजि नवासांसि मञ्चं फलकमेव च स्वर्लोकं समासाद्यं भुक्तलोकं भोग्यन्येतस्फितान् स्तुता ब्रह्मपदे कल्पं यान्ति शैवपदं तदा एवं कृत्वा विधानेन पुस्तकस्य प्रपूजनं वस्तुश्च भुवि शार्दूल महोत्सवपुरस्सरं सहायार्थं स्थापितस्य पण्डितस्य प्रपूजितं तदनुसारेण किं चिदूनं धनादिभिः समागत्योभ्यो विप्रभ्यो ददानों धनादिकं महोत्सवे प्रकृते वनर्तहे विरक्तश्च भवश्रोक्ता परे हि विशेषता गीता वाचा शिवनोक्ता रामचन्द्राय मुने गृहस्थेश्च प्रवेशोत्रां कर्तव्यस्ता धीमता होमशुद्धेन हविषां कर्मण्यनस्तशान्तये रुद्रसंहिताय होमं प्रतिश्लोकेन वा मुने गायवास्तमन्यच पुराणस्वस्य तत्त्वता अधा मूलमन्त्रेण पञ्चवर्गेण शैवदा होमाशक्तो बुधो होम्यं हविर्दानहविर्द्याविजयात् द्वेषयो प्रशमनार्थं च न्यूनातिकाख्ययो जय जपेश शृणुयात् भक्त्या शिवनाम्ना सहस्रकं तेन सत्यफलं सर्वं सुफलं नात्र संशयं यत्रो नास्त्याधिकं तस्मात् त्रैलोक्यस्तु किञ्जनम् एकादशमेधान् विप्रान् भोजनद्योवातिसे दद्योदनों दक्षिणामृत पूर्णत्वसिद्धये शक्तो फलत्रयमिदं स्वर्णेन सुन्दरं मुने सिंहं विधाय तत्रास्या पुराणस्य शुभकरं लेखितं वापि स्थापन्यविधिना पुमान् सम्पूज्य वाहनादिश्च वारे सदक्षिणं वस्त्रभूषणां पूजिताय
യഥാത്മനെ ആചര്യായ സുധർദ്ദിവ്യാം ശിവസന്തോഷഹേതവേ തേന ദാനപ്രഭാവേണ പുരാണസ്യ ശൗനകാം സംപ്രാപ്യനുഗ്രഹം ശൈവം ഭുക്ത ബന്ധനാൻ ഏവം കൃത്യേ വിധാനേ ച ശ്രീ ശിവപുരാണകം സമ്പൂർണ്ണഫലദം സ്വാദ്യ ഭുക്തിമുക്തിപ്രദായകം ഇതി തേ കഥിതം സർവം കിയം ഇതി തേ കഥിതം സർവം കിം ഭൂയ ശ്രോത്തുമിഷ്യതി മഹാശിവപുരാണസ്യ മഹാത്മ്യം സർവകാമദം മഹാശിവപുരാണം തു പുരാണതിലകം ശ്രുതം മഹാശിവപ്രിയം രമ്യം ഭവരോഗനിവാരണം. ശിവപുരാണത്തിൽ നിന്നാണ് പറയുന്നത്. യേ ജന്മഭാജ ഖലു ജീവലോകേ യേ വൈ സദാ ധ്യാനരതാ ശിവസ്യ വാണീ ഗുണാൻ സ്തൗതി കഥം ശൃണോതി ശ്വേതദ്വയം വേ ഭവമുത്തരന്തി സകലഗുണവിഭൈർ നിത്യമസ്പഷ്ടരൂപം ജഗതി ച ബഹിരന്തർ ഭാസമാനം മഹിംനാം മനസി ച ബഹിരന്തർ വാങ്മനോവൃത്തിരൂപം പരമശിവമനന്ദാനന്ദസന്ദ്രം പ്രപദ്യേ ഇതി ശ്രീ സ്കന്ദമഹാപുരാണേ സനത്കുമാരസംഹിതായാം ശ്രീ ശിവപുരാണ ശ്രവണപ്രതിനാം വിധി നിഷേധപുസ്തകേ വ്യക്തപൂജനവർണ്ണനം നാംന സപ്തമോധ്യായ സമ്പൂർണം. എൻ്റെ പൊന്നു സാറേ ഒന്ന് ശ്വാസം വിട്. യോ എൻ്റെ പൊന്നു സാറേ ഇറങ്ങി ഓടണോ ഇരിക്കണോ എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. ഇല്ലേ, ഇതല്ലേ പറയാൻ വന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് പഠിക്കാൻ, അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഇതിൻ്റെ വിധിയെക്കുറിച്ച് പറയാം. ഇല്ലേ, ഇത് ശിവരാത്രി സന്ധ്യയിലല്ലാതെ ഈ ശിവപുരാണം നമ്മൾ എപ്പോഴാണ് വായിക്കുക? ശിവരാത്രി സന്ധ്യയിൽ മഹാകൃപയുണ്ടാകട്ടെ, മഹാഗുരു കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ ശിവപുരാണത്തെ നമ്മൾ ഉപാസിക്കുന്നത്. ഇല്ലേ, സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓം. ശിവപുരാണത്തിനുള്ള ശൗനകൻ ചോദിക്കുകയാണ്, ശിവപുരാണ ശ്രവണത്തിനുള്ള വിധി എന്ന് പറഞ്ഞു തന്നാലും. നേരത്തെ ഞാൻ ശിവപുരാണത്തിൻ്റെ ഒരു വിധി ഞാൻ പറഞ്ഞു ഇല്ലേ. മറ്റ് പുരാണങ്ങളെ പോലല്ല ശിവപുരാണം എന്ന് പറയുന്നത്. ശിവപുരാണം കുറച്ചുകൂടെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനുള്ളതാണ് ഈ ശിവപുരാണം എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മളത് പ്രത്യേകം അത് നമ്മൾ നോക്കിയതായിരുന്നു. എപ്പം നോക്കിക്കോളൂ. സമ്പൂർണ്ണ ഫലം ശ്രദ്ധിക്കാൻ ശിവമഹാപുരാണ ശ്രവണത്തിനുള്ള വിധി ശൗനകമുനെ ഭവാനായി പറയാം എന്ന് സുതൻ പറയുകയാണ്. ശൗനകമുനി ചോദിക്കുന്നു, എനിക്ക് ശിവപുരാണം കേൾക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരുമോ? ശിവപുരാണം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് സുതൻ പറഞ്ഞു കൊടുക്കുന്നു. ജ്യോതിശാസ്ത്രജ്ഞനെ, ഒരു ദൈവജ്ഞനെ, ഏത് യജ്ഞവും നമ്മൾ തീരുമാനിക്കുന്നത് പോലെ ഒരു ദൈവജ്ഞനെ വരുത്തി മുഹൂർത്തം നിശ്ചയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. മുഹൂർത്തം പരിശോധിക്കണം. എന്നിട്ട് പുരാണവാചനം നടക്കുന്നുവെന്ന, അതായത് ഇങ്ങനെ ഇവിടെ ഒരു ശിവപുരാണ മഹായജ്ഞം നടക്കുന്നു എന്നുള്ള വാർത്ത സർവ്വലോകരെയും അറിയിക്കണം. അപ്പോൾ ദൈവജ്ഞനെ വരുത്തണം. ദൈവജ്ഞനെ വരുത്തി മുഹൂർത്തം കുറിക്കണം. അതിനു മുമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ്, ഏത് ക്ഷേത്രത്തിലാണോ നമ്മൾ ശിവപുരാണം നമ്മൾ നടക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവനോട് നമ്മൾ അനുജ്ഞ മേടിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്. നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, ഭഗവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ നടയിലേക്ക് പിടിപ്പണവും കൂവളത്തലയും ഒക്കെ സമർപ്പിച്ച് അനുജ്ഞ മേടിക്കുക എന്ന് പറയുന്ന ചടങ്ങ്. അനുജ്ഞ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ തന്ത്രികളൊക്കെ ആയിരിക്കും ഇല്ലേ. ഭഗവാന്റെ നടയിൽ പിടിപ്പണം വെച്ച് അനുജ്ഞ മേടിച്ചിട്ട് നമ്മൾ തന്ത്രികളോടാണ് ഇത് ആദ്യം ആലോചിക്കുന്നത് ഇല്ലേ. ശിവപുരാണം മറ്റൊന്നിനും അല്ലാതെ ഈശ്വരപ്രീതിക്കായി ശിവപുരാണ മഹായജ്ഞത്തെ നടത്താൻ അനുഗ്രഹിക്കണം, ദേവഹിതത്തെ പറയണം. ഇപ്പോൾ തന്ത്രി ദേവഹിതത്തെ പറയും. തന്ത്രി ദേവഹിതത്തെ പറഞ്ഞ് തന്ത്രിയെയും നമസ്കരിച്ച് നമ്മൾ ശിവപുരാണത്തിനുള്ള ക്രമങ്ങൾ തുടങ്ങായി. നമ്മൾ മറ്റ് ദേവി ഭാഗവത യജ്ഞങ്ങൾ പോലെ തന്നെയാണ് ഇതിനും യജ്ഞക്രമം. ഒരൊറ്റ വ്യത്യാസം എന്ന് പറയുന്നത് കുറച്ചുകൂടി നാമജപസംഖ്യ കൂടും, പഞ്ചാക്ഷര മന്ത്ര ജപസംഖ്യ കൂടും. പഞ്ചാക്ഷര മന്ത്ര ജപസംഖ്യ കൂടും. അതുപോലെ തന്നെ ദേവീഭാഗവതത്തിന് ഒരാചാര്യനെ സംബന്ധിച്ച് നമ്മൾ ദേവീഭാഗവത യജ്ഞത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഒരു 10 മടങ്ങ് കൂടുതൽ തയ്യാറെടുപ്പ് വേണ്ടി വരും. കാരണം 11 ദിവസങ്ങളിലായിട്ടാണ്. ദേവീഭാഗവതം 9 ദിവസം കൊണ്ട് കഴിയുമ്പോൾ ഒരു ശിവമഹാപുരാണങ്ങളെല്ലാം പ്രത്യേകിച്ച് ശിവപുരാണം 11 ദിവസങ്ങളിലായിട്ടാണ് യജ്ഞമായിട്ട് നടക്കുക. അത് നടക്കുകയും പാടാണ്, നടത്തിക്കുകയും പാടാണ്. അതിന് ഒരു അഗീതമായ ഈശ്വരകൃപ വേണം. അതുകൊണ്ടാണ് ഈ ശിവപുരാണ യജ്ഞം അങ്ങനെ വലുതായിട്ട് നടക്കാത്തത്. ദേവി ഭാഗവതം നടക്കുന്നത് അത് അമ്മയുടെ ഇതാണ്. അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ഇങ്ങ് പോരും. ഇവിടെയാണെങ്കിൽ കുറച്ചുകൂടി
ചിട്ടവട്ടങ്ങൾ, നിഷ്ഠകൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഇവിടെ കുറച്ച് കൂടുതലാണ്. എന്നിട്ട് പറയുന്നു, ദേശം തോറും ശിവകീർത്തനത്തിൽ ഉത്സാഹമുള്ളവരെ വിളിച്ചുകൊണ്ടുവരണം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അതിനൊരു പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി കൂടുക, അതിന് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇല്ലേ. മാത്രമല്ല ഈ ശിവപുരാണ യജ്ഞത്തിലൊക്കെയാണ് നമ്മൾ ഭസ്മം കൂടുതൽ ധരിക്കുക, ക്ഷൗരം പാടെ ഒഴിവാക്കുക. ശിവപുരാണ യജ്ഞം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്ഷൗരം ഒഴിവാക്കുക, നമ്മൾ ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കി പൂർണ്ണ ബ്രഹ്മചര്യ വ്രതത്തിൽ ആ യജ്ഞത്തെ യജ്ഞമായി തന്നെ നമ്മൾ സമീപിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഇല്ലേ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമവും. പിന്നീട് വന്നു ചേർന്നവരെ എല്ലാ പ്രകാരത്തിലും, അപ്പോൾ എല്ലാവരോടത്തും ഇതിൻ്റെ മാഹാത്മ്യം പറയണം. ഇങ്ങനെ കലിയുഗത്തിൽ എത്രയോ കാലം ചേരുമ്പോഴാണ് ഇങ്ങനെ ഒരു യജ്ഞം നടക്കുന്നത്. യജ്ഞത്തിന് വന്ന് സന്നിഹിതമാവണം, ഇന്നതൊക്കെയാണ് യജ്ഞത്തിൻ്റെ ക്രമങ്ങൾ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയണം. എന്നിട്ടോ ശിവാലയത്തിൽ, തീർത്ഥത്തിൽ, വനത്തിലോ ഗൃഹത്തിലോ ശിവപുരാണത്തിന് ഉത്തമമാം ശ്രവണസ്ഥലം കൽപ്പിക്കണം. എവിടെ വേണമെങ്കിലും ആകാം ഇല്ലേ. അപ്പോൾ ശിവാലയമാകാം, എവിടെ വേണോ ഇല്ലേ. പുംസാം ശിവപുരാണസിംഹവിഷ്യാന്നം ഭോജനം സുകരം മന്യം കഥാസു ശ്രവണപ്രദം നനോപാസവരശ്ചത് കഥാശ്രവണ വിഘ്നകൃത്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ശിവപുരാണ യജ്ഞം നമുക്ക് നടത്താം. സാധാരണ നമ്മൾ വീടുകളിൽ ശിവപുരാണ യജ്ഞം നടത്തുന്നത് അത്രയും ഉപാസനയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ നമുക്ക് വീടുകളിലൊക്കെ ഇത് പാടാണ്. വീടുകളിൽ നമുക്ക് ശിവാലയങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആശ്രമങ്ങളിലോ ഒക്കെയാണ് ഇത് കൂടുന്നത്. എന്നിട്ട് തീർത്ഥത്തിലോ ഗൃഹത്തിലോ ശിവപുരാണത്തിന് ഉത്തമമായ ശ്രവണസ്ഥലം കൽപ്പിക്കണം. ഭൂമി പൂജ ചെയ്യണം. ഭൂമി വൃത്തിയാക്കി മെഴുകി ധാതുക്കളെ കൊണ്ട് അലങ്കരിക്കണം. നമ്മൾ ദേവി ഭാഗവത യജ്ഞത്തിൽ ചെയ്യുന്നത് പോലെയാണ്. ഭൂമി പൂജ ചെയ്ത് ഭൂമി വൃത്തിയാക്കി നവധാന്യങ്ങൾ വിതച്ച്, ഇവിടെയും ക്രമം ഏതാണ്ടെല്ലാം അത് തന്നെയാണ്. ഭൂമി പൂജ ചെയ്ത് വൃത്തിയാക്കി ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിധി സങ്കല്പത്തിൽ ധാതുക്കൾ മണ്ണിലേക്ക് നമ്മൾ വിന്യസിക്കുന്ന ഒരു ക്രമമുണ്ട്. രത്നഗർഭയായ ഭൂമിയെ നമസ്കരിച്ചുകൊണ്ട് ഒരു തരി സ്വർണം, മഞ്ഞൾ, ഒരു നാണയം ഇതൊക്കെ ഭൂമിയിൽ സമർപ്പിക്കുന്ന സമ്പ്രദായം ഭൂമി പൂജയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് യജ്ഞവിധി പ്രകാരം നമ്മളത് ചെയ്തു വരുന്നുണ്ട്. എന്നിട്ടോ പാരായണത്തിന് ഉതകാത്ത സാമഗ്രികളെല്ലാം, അതായത് പാരായണത്തിന് ആവശ്യമില്ലാത്ത സാമഗ്രികളെല്ലാം ഒതുക്കി കെട്ടി ഒരു കോണിൽ കൊണ്ട് നിക്ഷേപിക്കണം. പിന്നെയോ ഉയർന്ന മണ്ഡപം വാഴക്കുല കെട്ടി അലങ്കരിക്കണം. പിന്നെ സപൂർണ്ണ ഭക്തി പ്രദാനം ചെയ്യും പൂർണ്ണശോഭകളുള്ള പതാകകൾ 4 ദിക്കിലും, കൊടിമരം. നമ്മൾ സാധാരണ ദേവി ഭാഗവത യജ്ഞത്തിന് കാൽനാട്ട് കർമ്മം എന്നാണ് പറയുക. നമ്മുടെ വീടുകളിലൊക്കെയാണ് കാൽനാട്ട് കർമ്മം എന്നാണ് പറയുക. ക്ഷേത്രത്തിലെ ധ്വജം ഉണ്ടെങ്കിൽ ധ്വജത്തോടുകൂടി, ഇല്ലെങ്കിൽ അപ്പോൾ ശിവപുരാണത്തിനകത്തും പറയുന്നു മഹാദേവൻ്റെ തൃശൂലവും ഢമരവും ചേർന്ന ധ്വജത്തെ 4 ദിക്കുകളിലേക്കും, കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ദിക്കുകളിലേക്ക് വിന്യസിക്കണം. അത് അവിടെ ആ ക്ഷേത്രത്തിൽ യജ്ഞം നടക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ ധ്വജം. 4 ദിക്കുകളെ സങ്കല്പിച്ചിട്ടാണ്. നമ്മൾ ദേവി ഭാഗവതത്തിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അഷ്ടദിക്പാലകരെ പൂജിച്ച് നമ്മൾ ദണ്ഡ് നമ്മൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വിഭൂതി ദണ്ഡ് നമ്മൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വക്താവിന് സുഖപ്രദമായ ആസനം കൽപ്പിക്കണം. ശ്രോതാക്കൾക്ക് യഥാവിധി നല്ല സ്ഥലം ഒരുക്കി തീർക്കണം. സാമാന്യമായ രീതിയിൽ മറ്റുള്ളവർക്കും സ്ഥലം തരപ്പെടുത്തണം. വക്താവ് വടക്കഭിമുഖമായിട്ടിരിക്കുന്നെങ്കിൽ ശ്രോതാക്കൾ കിഴക്കഭിമുഖമായി വിപരീത ക്രമത്തിൽ കാൽ വരാത്ത വിധം വേണം ഇരിക്കാൻ. അപ്പം എന്താ പറയുന്നത്, ഓഡിയൻസ് ആൻഡ് ദി ആചാര്യ അവരുടെ ഒരു ഇരിക്കലുണ്ടല്ലോ, ആ ഒരു ഇരിക്കൽ എന്ന് പറയുന്നത് മുഖാമുഖമാവുന്നതാണ് നല്ലത്. ദാൻ നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ പൊസിഷൻ അല്ലാതെ മുഖാമുഖമാവുന്നതാണ് നല്ലത്. പിന്നെ പൂജകനെ മധ്യത്താക്കി ചുറ്റും ശ്രോതാക്കൾ ഇരിക്കുകയാണെങ്കിൽ പൂജക മധ്യം കിഴക്കെന്നാണ് പ്രമാണം. അതായത് പൂജ്യനെ മധ്യത്താക്കി ചുറ്റും ശ്രോതാക്കൾ ഇരിക്കുകകൾ. നമ്മൾ ശിവപുരാണത്തിന് നമ്മൾ വേദി തീരുമാനിക്കുമ്പോൾ നമ്മൾ അങ്ങനെയും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതെല്ലാം ശാസ്ത്രങ്ങളാണ്.
വൃത്താകൃതിയിലുള്ള വേദി, നടുക്ക് ആചാര്യനും ചുറ്റും എന്താണ് കഥ കേൾക്കാനിരിക്കുന്നവരും എന്ന ക്രമത്തിലും നമ്മൾ വേദി തരപ്പെടുത്താറുണ്ട്. പലപ്പോഴും ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമുക്ക് അത്രയും ഒരു സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്തായിട്ട് ഇരിക്കുന്നത്, ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്നത്, ഇല്ലേ? അതുപോലെ വ്യാസാസനം കയറിയാൽ പൗരാണിക ദ്വിജൻ കഥ, എല്ലാ യജ്ഞവേദികളെയും പോലെ തന്നെ ആചാര്യൻ വ്യാസപീഠത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലേ, വ്യാസപീഠത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് സദസ്സിനെ നമസ്കരിക്കണം. വ്യാസപീഠത്തിൽ എഴുന്നേൽക്കുന്നതും സദസ്സിനെ നമസ്കരിച്ചുകൊണ്ട്, കഥ കേൾക്കാൻ വരുന്നവരും സദസ്സിനെ നമസ്കരിച്ചുകൊണ്ട് വേദിക്കകത്തേക്ക് വരണം, സദസ്സിനെ നമസ്കരിച്ചുകൊണ്ട് വേദി വിട്ടുപോകണം. എന്നിട്ട് ഇവിടെ പറയുന്നു, ശിവപുരാണത്തിനകത്ത് പറയുന്നു, വ്യാസപീഠം ഏറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദ്വിജൻ കഥാകഥനത്തിന് പ്രാധാന്യം കൊടുക്കണം. എന്നിട്ട് നമസ്കാരം. ശരീരം സ്വീകരിച്ചവർക്ക് കാമധേനു സമമായ വാക്കാരിൽ നിന്ന് നിർഗളിക്കുന്നുവോ ആ പുരാണജ്ഞനെ താഴെ നിലയിൽ ഒരിക്കലും മറക്കരുത്. ജന്മം കൊണ്ടും അനേകം ഗുരുക്കന്മാരുണ്ടെങ്കിലും മധ്യത്തിൽ പുരാണജ്ഞൻ പരമഗുരുവാണ്. അവിടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ശരീരത്തിനോ ബോധത്തിനോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. ശരീരവും ബോധവും ഒന്നുമില്ല, ഇല്ലേ? നമ്മൾ എന്താണെന്നോ ആരാണെന്നോ ഒന്നുമില്ല. അവിടെ ഇരിക്കുമ്പോൾ, വ്യാസപീഠത്തിലിരിക്കുമ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് പുരാണത്തെ പറയുക എന്നുള്ളതാണ്. വി ഷുഡ് റീഡ്, വി ഷുഡ് നറേറ്റ്, വി ഷുഡ് ഡിസ്ക്രൈബ് വാട്ട് ഈസ് റിട്ടൺ ഇൻ ദി പുരാണ. എന്താണ് പുരാണത്തിൽ എഴുതിയിട്ടുള്ളത് അത് പറയുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. സൂര്യോദയം മുതൽ 3:30 യാമം കഴിയുന്നത് വരെ ശൈവപുരാണ കഥ നല്ലവണ്ണം പറയണം. സൂര്യോദയം മുതൽ 3:30 യാമം കഴിയുന്നത് വരെ ബുദ്ധിമാനായ വക്താവ്. അപ്പോൾ സൂര്യോദയം തൊട്ട് 3 യാമം എന്ന് പറയുമ്പോൾ 9 മണിക്കൂർ, 1.5 കൂടി ചേർക്കുമ്പോൾ 10.5 മണിക്കൂർ. അപ്പോൾ 6 മണിക്ക് അല്ലെങ്കിൽ 6:30ക്ക് കഥ പറയാൻ തുടങ്ങിയാൽ 7:30, 8:30, 9:30, 10:30, 11:30, 12:30, 1:30, 2:30, 3:30, 4:30, 5.5 മണിക്കൂർ, അല്ലേ? 3:30 യാമം. അപ്പോൾ വൈകുന്നേരം 5:30 വരെ. രാവിലെ 6:30ക്ക് തുടങ്ങിയാൽ 5:30 വരെ. ഉച്ചയ്ക്ക് 48 മിനിറ്റിൻ്റെ ബ്രേക്ക്, 2 നാഴികയുടെ ബ്രേക്ക് വരുമ്പോൾ ഈ 5:30 എന്ന് പറയുന്നത് 6:15 സൂര്യാസ്തമയം വരെയാവും. ചുരുക്കി പറഞ്ഞാൽ സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ. ഇത് യജ്ഞം നടത്തുന്നവരും യജ്ഞം നടത്തിക്കുന്നവരും ക്ഷേത്രക്കാരും കമ്മിറ്റിക്കാരും ഒക്കെ ഇത് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ്, എപ്പോഴാണ് പാരായണം നടത്തേണ്ടത്, എപ്പോഴാണ് ഇതിൻ്റെ പാരായണ ക്രമം എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരുന്നാൽ അതിൻ്റേതായ ഒരു വിശേഷമുണ്ട്, അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. പിന്നെ സൂര്യോദയം 3:30 യാമം കഴിയുന്നത് വരെ ബുദ്ധിമാനായ വക്താവ് കഥ പറയണം. ധൂർത്തൻ, ദുർവൃത്തൻ, ലൗകിക വിജയങ്ങളിൽ തൽപരരായവർ എന്നിവ കുടിലവൃത്തിക്കാരോട് ഇവർ കഥ പറയരുത്. ദുർജനങ്ങൾ കൂടിയിരിക്കുന്നിടം കഥകൾ നീ ചൊല്ലല്ലേ. മധ്യാഹ്നത്തിൽ 2 നാഴിക കഥാവിരാമമാകാം. ശ്രോതാക്കൾക്ക് മറ്റുമായി ശൗചത്തിനും മറ്റുമായി കഥാകഥനം നിർത്തിവെക്കാം. വ്രതപ്രാപ്തിക്കായി ഭക്താവ് തലേ ദിവസം ക്ഷൗരങ്ങൾ ചെയ്യണം. നിത്യകർമാദികളെല്ലാം പണിപ്പെട്ടെങ്കിലും വളരെ സംക്ഷേപിച്ചു ചെയ്യണം. പണ്ഡിതനാം ലോകബോധ തൽപരനാം ഒരുവനെ കൂടി കഥ സംശയാർത്ഥമായി കൂടെ ഭക്ത സഹായത്തിനായി കൽപ്പിക്കണം. കഥാവിഘ്നം ഉണ്ടാകാതിരിക്കാൻ ഗണനാഥനെ പൂജിക്കണം. ഗണപതി ഹോമം, ഗണേശ പൂജ തുടങ്ങിയവ ഉറപ്പായിട്ടും യജ്ഞവേദിയിൽ ചെയ്യണം. അതും ഇല്ലേ നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ? ഗണേശ പൂജയോ ഗണപതി ഹോമമോ ഒക്കെ ചെയ്യണം. പിന്നെയോ ഗണേശ ഭഗവാനെ ധനപുത്ര ചിന്തകളെല്ലാം മാറ്റിവച്ച് ശുദ്ധ മനസ്സനായി കഥയിൽ ബുദ്ധി വെച്ച് ശ്രവണം ചെയ്യണം. ഉത്തമ ഫലം ലഭിക്കും. ശ്രദ്ധയും ഭക്തിയും പൂർണ്ണമായി യോജിച്ചിട്ടുള്ളവരും മറ്റു കാര്യങ്ങളിൽ വ്യഗ്രത വേണ്ട. പിന്നെയോ കഥാകഥനം നടക്കുമ്പോൾ എണീറ്റ് മറ്റൊരിടത്ത് ചെന്നിരിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യജ്ഞവേദിയിൽ നമ്മൾ ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരിക്കുന്നിടം തന്നെ സ്വസ്ഥമായിട്ടിരിക്കണം. മറ്റു പുരാണങ്ങളിൽ ഇതിൻ്റെ ക്രമം അത്ര വിസ്തരിച്ചു പറയുന്നില്ലെങ്കിലും ശിവപുരാണത്തിനകത്ത് ഇത് വളരെ വിസ്തരിച്ചു പറയുന്നുണ്ട്. ശിവപുരാണത്തിനകത്ത് പറയുന്നു, എന്താണ് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ ശിവപുരാണത്തിനകത്ത് പറയുന്നത്, നമ്മൾ യജ്ഞവേദിയിൽ കഥ കേൾക്കാനായി ഇരുന്ന് കഴിഞ്ഞാൽ ആ എഴുന്നേറ്റ സ്ഥാനം മാറുമ്പോൾ അവരുടെ സ്ഥാനം മാറുന്നത് ഹിതകരമല്ല. അവർക്ക് ധാരാദികൾ നശിക്കും. അതുപോലെ തന്നെ തലയിൽ കെട്ടുമായി കഥ ശ്രവിക്കുന്നവരുടെ, നമ്മൾ സാധാരണ തലയിൽ കെട്ടുമായിട്ട് കഥ ശ്രവിക്കാനിരിക്കാറില്ല, ഇല്ലേ? അപ്പോൾ ഈ തലയിൽ കെട്ടുമായിട്ട് കഥ ശ്രവിക്കാൻ, പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണ് ഈ തലയിൽ കെട്ട് കൂടുതൽ വരുന്നത്, ഇല്ലേ? ഈ തലയിൽ കെട്ടുമായിട്ട് കഥ ശ്രവിക്കാനിരിക്കരുത്. പിന്നെയോ
യാതൊരു നരന്മാർ ഉയർന്ന ആസനങ്ങളിലിരുന്ന കഥ കേൾക്കുന്നുവോ, സർവ്വനരകയാതനകൾക്കും ശേഷം കാക്കയായി. ഇതും ശിവപുരാണം പറയുന്നുണ്ട്. എപ്പോഴും ആചാര്യൻ ഇരിക്കുന്ന പീഠത്തിന് താഴെ ഒരു പടിയെങ്കിലും താഴെ ഇരുന്ന് കഥ കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആചാര്യപീഠത്തിനേക്കാളും മുകളിൽ തിട്ടപ്പുറത്ത്, വേലിപ്പുറത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ ശിവപുരാണത്തിനകത്താണ്, ആ മഹാത്മ്യത്തിനകത്താണ് ആ ഭാഗം പറയുന്നത്. അത് ജന്മജന്മങ്ങളായിട്ടുള്ള പാപങ്ങളെ ഉണ്ടാക്കി വയ്ക്കും. പിന്നെയോ വക്താവിനെ പ്രണമിക്കാതെ കഥ കേൾക്കുന്നവർ നരകങ്ങൾ ഭുജിച്ചിട്ട് മരുതവൃക്ഷങ്ങളായി തീരും. കഥ പറയുമ്പോൾ യജ്ഞവേദിയിൽ വന്നു കഴിഞ്ഞാൽ എക്സറോ ആരും ആയിക്കോട്ടെ, ആ കഥ പറയുന്ന വേദവ്യാസ സ്വരൂപമായിരിക്കുന്ന ആചാര്യനെ നമസ്കരിക്കുക എന്നത് സദസ്സിൻ്റെ മാന്യതയാണ്. ഇവിടെ പറയുന്നു, അങ്ങനെ നമസ്കരിച്ച് ഭാഗവതത്തെയും നമസ്കരിച്ച്, ഭാഗവതമെങ്കിൽ ഭാഗവതം, ശിവപുരാണമെങ്കിൽ ശിവപുരാണത്തെയും നമസ്കരിച്ച് കഥ കേൾക്കാത്തവർ അത്ര ഹിതമായി വരില്ല എന്ന് പറയുന്നുണ്ട്. അവ മരുത്തുവൃക്ഷങ്ങളായി മാറും എന്ന് പറയുന്നുണ്ട്. വക്താവിന് സംസ്ഥാനത്തിരുന്ന കഥ കേൾക്കുന്നവൻ ഗുരുപത്നി പ്രാപണത്തിനുള്ള പാപങ്ങൾ, നരകങ്ങൾ ഭുജിച്ചിടും. ഗുരുവിനൊപ്പം തട്ടിലിരുന്ന്, ഇല്ലേ, നമുക്ക് പലപ്പോഴും സ്നേഹക്കൂടുതൽ കൊണ്ടും ഇതുമൊക്കെ കൊണ്ട് മറ്റ് പുരാണങ്ങൾ കേൾക്കുന്ന പോലെ അല്ല ശിവപുരാണം കേൾക്കുന്നത്. ശിവപുരാണത്തിൽ ആ ഒരു, കാരണം ദക്ഷിണാമൂർത്തി സ്വരൂപമാണ് ഭഗവാൻ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഗുരുവിനൊപ്പം ഇരുന്ന് കഥ കേൾക്കാൻ നിൽക്കരുത്, അത് ബുദ്ധിമോശമായി വരും. രോഗിയല്ലാത്തവൻ കിടന്നുകൊണ്ട് കഥ കേൾക്കരുത്. രോഗിയല്ലാത്തവൻ കിടന്നുകൊണ്ട് കേട്ടാൽ നരകങ്ങളിൽ പെരുമ്പാമ്പായി വന്നു ഭവിച്ചിടും. പാവനമാം കഥയെയും പറയുന്ന വക്താവിനെയും നിന്ദിക്കുന്നവൻ നായ്ക്കളായി ദുഃഖങ്ങൾ നിരന്തരം അനുഭവിച്ചിടും. കഥ പറയുന്നയാളിനെയും കഥ കേൾക്കുന്നവരെയും നിന്ദിക്കുന്നവർ കാലാകാലങ്ങളിൽ നായയായി ജനിക്കും. ഇത്രയും ഒന്നും വിസ്തരിച്ച് മറ്റു പുരാണങ്ങളിൽ ഇത് പറയുന്നില്ല. കാരണം അതുകൊണ്ടാണ് ശിവപുരാണം ഏറ്റവും അത്യുത്തമം, മഹത്തരം എന്നൊക്കെ നമ്മൾ പറയുന്നത്. യോഗവും ഭാഗ്യവും ഉണ്ടെങ്കിൽ നമുക്കൊരു ശിവപുരാണം നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് ചെയ്യാം, ഇല്ലേ? പിന്നെയോ യാതൊരുവൻ കഥ നടന്നുകൊണ്ടിരിക്കെ വിഘ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവോ. അപ്പോൾ ഈ യജ്ഞവേദികളിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ പലയിടത്ത് നിന്ന് ഈ കുത്തുവർത്തമാനം, ഈ ഒളിഞ്ഞു വർത്തമാനം, ഇതൊക്കെയാണല്ലോ പലതും, ഇല്ലേ? അങ്ങനെയുള്ളതിലൊന്നും ചെന്ന് പെടരുത്. കാരണം നരകവേദനകൾ അനുഭവിച്ച് നാട്ടിൽ പന്നികളായി ജനിക്കും. ഇതൊക്കെ ശിവപുരാണമാണ് ഇത്രയും റൂഡായിട്ട്, ഇത്രയും ഫ്രാങ്കായിട്ട് പറയുന്നത്. ഇപ്രകാരം മനസ്സിലാക്കി ശുദ്ധചിത്തനാം ശ്രോതാവ് നല്ല ഭക്തിയോടെ കഥ കേൾക്കാൻ സമ്പൂർണ്ണം ഒരുമ്പെടണം. കഥാശ്രവണ വിഘ്നം വരാതിരിക്കാൻ ഗണപതി ആദ്യം പൂജ ചെയ്യണം. അപ്പോൾ നമ്മൾ ശിവപുരാണം കേൾക്കാൻ വരുന്നവരും അങ്ങനെ തന്നെ ചെയ്യുന്നവരും അത് തന്നെ. ഗണപതി പൂജ ചെയ്യണം, ജന്മം നൽകിയ മാതാപിതാക്കളെ നമസ്കരിക്കണം, അവരുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കണം, കുടുംബദേവത, ഗ്രാമദേവത, ദേശദേവതകളെ നമസ്കരിക്കണം. സുധാദേവിയെ മനസ്സിൽ സ്മരിച്ച പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞ സുധാസ്തോ ഇത് നൽകണം. ഭാഗ്യസൂക്തം, ആയുർസൂക്തം എന്നിവ കൊണ്ട് ഓജസ്സും തേജസ്സും വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഈ ജപവും. അങ്ങനെ ശ്രീമദ് പുരാണമയ പ്രത്യക്ഷ ശ്രവണത്തിനായി ഞാൻ ഭഗവാനെ നവഗ്രഹങ്ങളെ പൂജിക്കണം. എന്നിട്ട് ഗ്രന്ഥപൂജ ചെയ്യണം. സ്തുതിച്ച ദീനമായ വാക്യങ്ങൾ പറഞ്ഞ് പുസ്തക സംപൂജനം ചെയ്ത് ശ്രീ മഹാപുരാണമേ ഭഗവാൻ പ്രത്യക്ഷത്തിൽ മഹേശ്വരൻ തന്നെയാണ്. ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ എന്ന് പറയുന്നത് പോലെ ശിവപുരാണം പ്രത്യക്ഷ ശിവഭഗവാനാണ് എന്ന് സങ്കല്പിച്ച് പൂജ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം: എൻ്റെ മനോരഥം സഫലമാക്കണം, നിർവിഘ്നമായി എൻ്റെ കഥാശ്രവണം സമ്പൂർണ്ണമാക്കണം. ഭവസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന ദീനനായി എന്നെ ഉദ്ധരിച്ചാലും കർമ്മമാകുന്ന മുതലയിൽ ഗ്രസിക്കപ്പെടുന്ന ശരീരാവയവങ്ങളോട് കൂടിയ എന്നെ സംസാര സാഗരത്തിൽ നിന്ന് ഉദ്ധരിച്ചാലും. ഇപ്രകാരം പറഞ്ഞ് ശിവഭഗവാന്റെ ശിവപുരാണം പൂജിച്ചിട്ട് ദീനവാക്കുകൾ ഉച്ചരിച്ച് വക്താവിനെ പൂജിക്കാൻ ആരംഭിക്കുക. ശിവപൂജോക്ത വിധിയാൽ വക്താവിനെ പുഷ്പം, വസ്ത്രം, ആഭരണം, ധൂപം, ദീപം ഇവയോടുകൂടി പൂജിച്ചിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി കഥാവസാനം വരെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കണം. ദീക്ഷ കൂടാതെ പുമാന്മാർക്ക് കഥാശ്രവണത്തിന് അധികാരമില്ല. വക്താവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കണം: വ്യാസസ്വരൂപമായ മഹാത്മാവേ, ശിവശാസ്ത്രം പൂർണ്ണമായി അറിയുന്ന അങ്ങ് ശിവപുരാണ കഥകളുടെ പ്രകാശനത്തിൽ എൻ്റെ അജ്ഞാനത്തെ നശിപ്പിച്ചാലും. ഇതാണ് നമ്മൾ വ്യാസപീഠത്തിൽ അവിടെ ആചാര്യനെ നമസ്കരിക്കുമ്പോൾ, ഇപ്പം ആരും ആയിക്കോട്ടെ, ആചാര്യനെ നമസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണ്?
ആ പ്രാർത്ഥന വളരെ വ്യക്തമായിട്ട് ശിവപുരാണം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് കുറച്ച് നീണ്ട എപ്പിസോഡാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അല്ലയോ വ്യാസസ്വരൂപമായിരിക്കുന്ന ആചാര്യ, എൻ്റെ അജ്ഞാനത്തെ നശിപ്പിച്ച് ശാസ്ത്രസമ്മതമായ ശിവപുരാണത്തെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ വ്യാസപീഠത്തിൽ. നമ്മളൊക്കെ ഇപ്പോഴും ആചാര്യന്മാരുടെ യജ്ഞങ്ങൾക്ക്, നമ്മുടെ ഗുരുക്കന്മാരുടെ യജ്ഞങ്ങൾക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ദീർഘദണ്ഡം നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നതാണ്, അല്ലയോ ഭഗവാനെ, അല്ലയോ ഗുരുവേ, ഒന്നും അറിയാത്ത നമുക്ക്, ശാസ്ത്രങ്ങളും വേദവും വിധിയും അറിയാത്ത നമുക്ക് കണ്ണിലെ ഇരുട്ട് മാറ്റി വെളിച്ചത്തെ തരണമേ എന്ന് പറഞ്ഞാണ് ആ ഗുരുപീഠത്തിൽ, വ്യാസപീഠത്തിൽ നമസ്കരിക്കുക ഇല്ലേ? ആ ഒരു ഗുരുത്വമാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടു നടത്തുന്നത്. ഹേ ശൗനകമുനി, ഭക്തിപരസ്പരം കഥാശ്രവണത്തിന് ഭക്തരായ ശ്രോതാക്കൾക്കുള്ള വിധീത പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സ്കന്ദപുരാണത്തിലെ ശിവപുരാണ മഹാത്മ്യത്തിൽ ശ്രവണവിധി വർണ്ണനമെന്ന 6-ാം അധ്യായം ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് അടുത്ത ലൈവ് വരുന്നത് വരെയുള്ള സമയത്ത് 10,008 നമഃശിവായ 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 നാമജപം നടക്കട്ടെ. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. സന്തോഷത്തോടെ ആനന്ദത്തോടുകൂടി ശിവരാത്രി ഐശ്വര്യവർണ്ണമായിട്ട് നമുക്ക് ശിവരാത്രി ആഘോഷിക്കാൻ പറ്റട്ടെ. സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച